കേരളത്തിൽ നടക്കുന്ന ഒരു വലിയ ഡിബേറ്റാണ് സോഷ്യൽ മീഡിയയിലും സാറ്റലൈറ്റ് ചാനലിലും. ഓരോ ദിവസവും ഓരോ പോലീസുകാർ അതിക്രൂരമായിട്ട് അവിടെ ആൾക്കാരെ കൊണ്ടുവരുന്നു, ഫേക്ക് കേസ് ഉണ്ടാക്കുന്നു, ഇടിക്കുന്നു, നാശമാക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് CCTV അന്നെടുത്ത ഫുട്ടേജ് അത് പിന്നീട് റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ്റെ പിറകിൽ തുടർന്ന് വലിയ വാദപ്രതിവാദങ്ങൾ കോടതിയിലൊക്കെ ആയിട്ട് ഇത് ഓരോന്നായിട്ട് പുറത്തു വരുന്നു. അപ്പം അതിൻ്റെ അകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്ന കുന്നംകുളം, അതേപോലെ പീച്ചി, അവിടെ SI ആയിരുന്ന രതീഷ്, കുന്നംകുളത്ത് മലപ്പുറം സ്വദേശിയായ ന്യൂഹാൻ എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ, മറ്റുള്ള പോലീസുകാർ. പക്ഷെ പേര് ജനമൈത്രി പോലീസ് എന്താ. ആ ക്രൂരത നമ്മൾ കണ്ടു കഴിഞ്ഞ് നമ്മളത് റിയാക്ട് ചെയ്തു. അത്ര ക്രൂരമായിട്ടാണ് അവരെ ഉപദ്രവിക്കുന്നത്. എനിവേ, റൈറ്റ് ഓഫ് ഇൻഫർമേഷൻ കൊണ്ട് അങ്ങനെ വലിയൊരു മെച്ചം ഉണ്ടായി. നമ്മൾ ആലോചിക്കുക, കേരളം കണ്ട ഇത് ഏറ്റവും വേസ്റ്റ് ആൻഡ് വേസ്റ്റ്. ആഭ്യന്തരമന്ത്രിയാണ് ഈ പിണറായി വിജയൻ. അയാൾക്ക് ബേസിക്കലി അയാളൊരു ഗുണ്ട. അതതിൻ്റെ കാര്യം. ഒരു ഗുണ്ടയെ പിടിച്ച് പോലീസ് മന്ത്രിയാക്കിയാൽ പ്രശ്നമാണ്. അയാൾ ഗുണ്ടയായതുകൊണ്ടാണ് അയാൾക്ക് സെക്യൂരിറ്റി വേണ്ടത്. അയാൾക്കറിയാം പല ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകും. അതായത് ഞാൻ വീണ്ടും ആവർത്തിക്കുക, കേരളം കണ്ട ഏറ്റവും വേസ്റ്റ്, ചരിത്രപരമായ വേസ്റ്റ് ആഭ്യന്തരമന്ത്രിയാണ് പിണറായി വിജയൻ. ഒരു കഴിവ് അയാൾക്കതിനകത്ത് യാതൊരു ഇടപാടും ഒരു കുന്തവും ഇല്ല. അയാളുടെ കാലയളവിൽ കഴിവുള്ള ഒരൊറ്റ DGP ഉണ്ടായിട്ടില്ല. അതിൻ്റെ അകത്ത് ഈ സെൻകുമാർ സുപ്രീം കോടതിയിൽ നിന്ന് വന്നു. സെൻകുമാർ നല്ല പോലീസ് ഓഫീസറാണ്, അഴിമതിക്കാരനൊന്നുമല്ല. പക്ഷെ അയാളുടെ കയ്യിലും ഈ വൃത്തികെട്ട പല സ്വഭാവമുണ്ട്. അയാൾ ഉപദ്രവത്തിന്റെ കാര്യത്തിലൊന്നും മോശമൊന്നുമല്ല. അയാൾ പിന്നെ കേരളം എന്ന് പറഞ്ഞാൽ കോണകൻ സ്റ്റേറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു യൂസ്ലെസ് ഇഡിയറ്റ്. പിന്നീട് അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു റിട്ടയർഡ് DGPക്ക് പറ്റാവുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല അയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അയാളെ അവിടെ മാറ്റുന്നത്. കാരണം അയാളെ ഞാൻ ഇപ്പോഴും അംഗീകരിക്കുക, അയാൾ കറപ്റ്റഡ് അല്ല, കേപ്പബിൾ ആണ്. പക്ഷേ അയാൾ റിട്ടയർമെന്റിന് ശേഷം പറയുന്നല്ല, ഒരു ഇഡിയോമാറ്റിക്, അയാളെപ്പോൾ ഒരു സ്റ്റേച്ചറുള്ള ആൾ പറയേണ്ട കാര്യങ്ങളല്ല അയാൾ പറയുന്നത്. അതതിൻ്റെ കാര്യം. അതുകൊണ്ട് അയാൾക്ക് ആ ക്രെഡിബിലിറ്റി ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. എനിക്ക് ശരിക്കും ഡൽഹിയിലെ എൻ്റെ ജീവിതത്തിൽ ഇഷ്ടം പോലെ സീനിയറായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സിനെ, കേരളത്തിലെ മാത്രമല്ല പല സ്റ്റേറ്റുകളിലുള്ള DGP, വളരെ സീനിയർ IPS ഒഫീഷ്യൽസുമായിട്ടൊക്കെ പേഴ്സണൽ ബന്ധമുണ്ട്. അതേപോലെ താഴേക്കിടയിലുള്ള പോലീസുകാർ, അവരുമായിട്ട് പേഴ്സണൽ ബന്ധമുണ്ട്. അത് പേഴ്സണൽ ബന്ധമാണ്. ഇവരെ ഒന്നും ഞാനൊരു ഹെൽപ്പിനും വിളിച്ചിട്ടൊന്നുമില്ല. കാരണം ഇപ്പം റോഡുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഈ ട്രാഫിക് ലൈറ്റ് ജമ്പ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ചെല്ലാൻ വന്നു കഴിഞ്ഞാൽ പോലീസ് പിടിക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് അത് ഞാൻ കൊണ്ട് കൊടുക്കും. ഞാനത് ആരെയും പറഞ്ഞ് മാറ്റാനോ പിടിക്കാനോ, പക്ഷേ ഞാൻ കൈക്കൂലി കൊടുക്കത്തില്ല. അത് കോർട്ടിൽ വേണേൽ കോർട്ടിൽ പോകും, ചെല്ലാൻ അടിച്ചു തന്നാൽ ചെല്ലാൻ ആ പൈസ കൊടുക്കും. ഞാൻ കൈക്കൂലി കൊടുക്കുന്നില്ല. അതെൻ്റെ ഒരു കർക്കശമായ സംഭവമാണ്. കൊടുക്കത്തില്ല കൈക്കൂലി, ആർക്കും കൊടുക്കത്തില്ല. അതൊരു നിലപാടാണ്. കാരണം അതുമല്ല, എനിക്ക് ഈ പോലീസിനെ പേടിയില്ലാതിൻ്റെ കാര്യം എനിക്കറിയാം. അവർക്കത് മാത്രമേ ചെയ്യാൻ പറ്റൂ. അവരവരുടെ നിയമത്തിൽ നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനോട് പൂർണ്ണമായിട്ട് യോജിപ്പ്. പക്ഷെ അവർ ഈ ഫേക്ക് കേസൊക്കെ എടുക്കുന്ന അതായത് ഞാനൊരു കാര്യം പറയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോലീസിനെ പേടിയുള്ളത് മലയാളികൾക്കാണ്. എൻ്റെ അനുഭവം വെച്ച് തന്നെ പറയാം. കാരണം എൻ്റെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, ഞാൻ ആലുവയിൽ താമസിക്കുമ്പോൾ, മാർത്താണ്ഡൻ. അയാൾ റിട്ടയർഡ് KSRTC. ഇയാളുമായിട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ഞാൻ വണ്ടിയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. ഇരിക്കുന്ന സമയത്ത് ഇയാൾ പോലീസ് അവിടെ എല്ലാം നിൽക്കുവാണെങ്കിൽ പോലീസെല്ലാം ചെക്ക്, ഇയാളെ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങും. പോലീസ് ഇരിക്കുന്നു, പോലീസ്. ഞാൻ പറയും, നിങ്ങൾ എന്തോരം പോലീസിനെ പേടിക്കുന്നത്? നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രാഫിക്ക് നോക്കി വണ്ടി ഓടിക്കുന്നു.
നിങ്ങളൊന്നും വയലേറ്റ് ചെയ്യുന്നില്ല, പിന്നെ എന്തിനാ പേടി? ഇത് മലയാളിയുടെ മനസ്സിലുള്ള സംഭവമാണ്. ഭയങ്കര ഭയമാണ്. പോലീസ് സ്റ്റേഷനിൽ പോകാൻ പേടിയ, പോലീസ് സ്റ്റേഷന്റെ വരാന്ത പോകാൻ പേടിയ. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ടെററാണ് ബേസിക്കലി. ഇതിനെയൊക്കെ അപേക്ഷിച്ച് നോർത്ത് ഇന്ത്യ എത്രയോ ഭേദമാണ്. ആൾക്കാർക്ക് ഇവിടെ പോലീസിനെ അങ്ങനെ അവർക്കറിയാം പോലീസിന്റെ ജോലി ചെയ്യുന്നു. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന പൊളിറ്റിക്കൽ ക്ലൗട്ടില് ഒരു ചെറിയ കാര്യത്തിന് വിളിച്ചാൽ ഉടൻ തന്നെ പൊളിറ്റീഷ്യനെ വിളിക്കുന്നു, അവനും പോലീസുകാരെ അൺഹോളി നെക്സസ്, അവൻ കുറച്ച് പൈസ അടിച്ചു മാറ്റുന്നു, പോലീസ് കുറച്ച് പണം അടിച്ചു മാറ്റുന്നു. ഇവൻ എന്തോ ചെയ്തു? ഇവൻ ചിലപ്പോൾ ഒരു ട്രാഫിക് ജമ്പ് ചെയ്തിട്ടേ ഉള്ളൂ, അവന്റെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ, വണ്ടി ഇറക്കാൻ വേണ്ടിയൊക്കെ പോകുന്നേ. അനാവശ്യമായിട്ട് ഒരു മനുഷ്യന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ, കാരണം അവന് കേരളത്തിലെ പോലീസുകാരന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അതുകൊണ്ടാണ് വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ കയറി ഇടപെടുന്നത്. അല്ലെങ്കിൽ ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാൾ, അതായത് തൃശ്ശൂർ പീച്ചിക്കടുത്ത് ഞാൻ വാർത്തകളിൽ വായിച്ച ഔസേപ്പ് എന്ന് പറഞ്ഞ ഒരാൾ, അയാളുടെ മാനേജർ, അവിടെ ആഹാരം കഴിക്കാൻ വന്ന ഒരാൾ, അല്ലെങ്കിൽ ജോലിക്ക് വന്ന ഒരാള്, ദിനേശ് എന്ന് പറഞ്ഞ ഒരാള്, അയാൾ അത് പോലീസുമായിട്ട് നക്സസ് ആണ്. രതീഷ് എന്ന് പറഞ്ഞ ആ മാക്രി SHO ആയിട്ട് കിട്ടിയവൻ അവസാനം കാലെ പിടിച്ച് കിടക്കുക. ആ പരമനാറിയൊന്നും 1 മണിക്കൂർ പോലും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുത്. നോക്ക്, അയാൾ എന്നിട്ട് പൈസയുടെ ബണ്ടിൽ എണ്ണുക, ഒരു സെർവിങ് ഓഫീസേഴ്സിന് കൊടുക്കാൻ, ഐക്വലി ഷെയർ ചെയ്യാൻ വേണ്ടി. കേരളത്തിലെ പോലീസുകാരുടെയും പോലീസ് ഓഫീസർമാരുടെയും ഏറ്റവും വലിയ വരുമാനം ശമ്പളമല്ല. മേക്ക് ഇറ്റ് ക്ലിയർ. എൻ്റെ ഒരു കൃത്യമായ റിസർച്ച് ഉണ്ട്, പല സീനിയർ ഓഫീസേഴ്സും പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവരെല്ലാം റിയൽ എസ്റ്റേറ്റ് ഏജന്റുകളാണ്. റിയൽ എസ്റ്റേറ്റ് ആണ് അവരുടെ പ്രധാനപ്പെട്ട പരിപാടി. ഇല്ലാത്ത കേസ് ഉണ്ടാക്കുക, സ്ഥലങ്ങൾ വിൽക്കുക, അതിൻ്റെ അകത്ത് മീഡിയേറ്റർ ആകുക, അവൻ്റെ പൈസ അടിച്ചു മാറ്റുക, ഇവൻ്റെ പൈസ അടിച്ചു മാറ്റുക. ഇത് ടോപ്പായിട്ടുള്ള IPS ഓഫീസേഴ്സ് പോലും ഇതിൻ്റെ പ്രതികളാണ്. പക്ഷെ ഇവരൊക്കെ റിട്ടയറുമ്പോൾ കോടികളാണ് ഇവരുടെ കയ്യിലുള്ളത്. ഇതുമെല്ലാം തടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം കേരളത്തിലെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നയാൾ ഒരു പുണ്ണാക്കനായതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ ഇത്ര ഇതായിട്ട് നടക്കുന്നത്. സ്വന്തം പാർട്ടിക്കാർക്ക് അടി കിട്ടുന്നു. ആലോചിച്ച് നോക്ക്, സ്വന്തം പാർട്ടിക്കാർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് അടി കിട്ടുന്നു, DYFI നേതാവിന്. എന്തിനാണ് ഈ പൊതുപ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്? അവരൊരു കാര്യം പറയാൻ വേണ്ടി, അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയല്ലേ പോകുന്നത്. പോലീസിന്റെ ജോലി എന്ന ലോ എൻഫോഴ്സ്മെന്റ്. ഇവന്മാരോട് ഈ എത്ര കുറ്റവാളിയാണ് അടിക്കാൻ ഇവന്മാർക്കാരാണ് ഇത് കൊടുത്തിരിക്കുന്നത്? വലിയ കേസും പ്രതിയൊക്കെ ഇതൊരാളെ റോഡിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നു, ഒരു ഹോട്ടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നു, അവന്റെ ചെവിക്കല്ലിൽ അടിക്കുന്നു. സോ ഹൊറബിൾ. ആ സുജിത്ത് എന്ന് പറഞ്ഞ പയ്യനെ അത്രയും പോലീസുകാർ ഇടിക്കുക. അതിനകത്ത് ന്യൂമാൻ എന്ന് പറഞ്ഞ ഒരു പരമനാറി മലപ്പുറത്തുകാരൻ, അവന് സപ്പോർട്ടുമായിട്ട് കുറച്ച് മതഭ്രാന്തന്മാർ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്. എന്തോ പറയുന്നേ, ന്യൂമാൻ്റെ അപ്പൻ നേരത്തെ മരിച്ചുപോയി, ഇവ പഠിച്ചുകൊണ്ടിരുന്നപ്പം വലിയ പാവമായിരുന്നു. ഈ ന്യൂമാൻ്റെ മകൻ ബ്ലഡ് ക്യാൻസർ വന്ന് മരിച്ചു. ആ പരമനാറിയാണോ ഈ രീതി ചെയ്യുന്നത്? അവനെ സർവീസിലൊന്നുമല്ല, ഇവരൊന്നും ജയിലിന്റെ പുറത്ത് വന്നുകൂടാ. അവന്റെ കുടുംബം അനുഭവിക്കുക തന്നെ വേണം. ഇതിനകത്തൊന്നും ഒരു മേഴ്സിയും പാടില്ല, ഒരു ദയയും പാടില്ല. നമ്മുടെ ടാക്സ് കൊണ്ട് ശമ്പളം വാങ്ങിയിട്ട് ഈ അഴിമതിയും എല്ലാ വൃത്തികേടും ക്രിമിനൽ സ്വഭാവത്തിലുള്ള എല്ലാ പരിപാടിയും ചെയ്തിട്ട് അതിക്രൂരമായിട്ട് നമ്മൾ ഉപദ്രവിക്കാൻ ലോ ആൻഡ് ഓർഡർ ഇല്ല. ഇവര് കാണിക്കാത്ത പരിപാടികളുണ്ട്. എനിക്കറിയാം എത്രയോ പോലീസുകാരുണ്ട് ഡ്യൂട്ടി ടൈമിൽ യൂണിഫോമിൽ മദ്യവെക്കുന്നത്, എന്നിട്ട് കാണിക്കുന്ന തമ്മാടിത്തരങ്ങളോ. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽസ് ഗുണ്ടകളല്ല, ഈ പോലീസുകാരാണ്. എത്രയോ തെളിവുകൾ ഞാൻ തരാം. എവിടൊക്കെയാണ് ഇവർ പോയി വേണ്ടാദിനം കാണിച്ച് പണം പിഴുങ്ങുന്നു, ഉപദ്രവിക്കുന്നു, അട്ടിക്കുന്നു, ജനങ്ങളെ ടെററൈസ് ചെയ്യുകയാണ്. നമ്മളെ സേവിക്കാൻ നടക്കുന്നവരാണ്. അതിന് എല്ലാ പ്രോത്സാഹനം കൊടുക്കുന്ന കേരളത്തിലെ മുഖ്യ. അതാ ഞാൻ പറഞ്ഞത്, കേരളത്തിന്റെ ചരിത്രം കണ്ട ഒരു വേസ്റ്റ് മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. കാരണം അയാളൊരു അരഗുണ്ടയല്ല, ഒരു ഗുണ്ടയായിരുന്നു.
അതാണ് ഈ സംഭവം. ഇനി വേറെ കാര്യം, കേരളത്തിന്റെ ടോപ്പ് DGP ആയിട്ടിരുന്ന കഴിഞ്ഞ കാലങ്ങളിൽ പല ആൾക്കാർ ഇയാളുടെ ശിങ്കടികൾ മാത്രം കയറി വരുന്നേ. അപ്പൊ ഈ IPSകാരുടെ ഏറ്റവും വലിയ പ്രശ്നമുണ്ട്, ഇവര് മുഴുവനും നല്ല ഓഫീസേഴ്സ് ആണെങ്കിൽ, ഞാൻ പറയാം, കൈക്കൂലി മേടിക്കാത്ത കാര്യങ്ങളൊക്കെ നടത്തുന്ന ഓഫീസേഴ്സ്, SHO ആണെങ്കിലും DYSP ആണെങ്കിലും സീനിയർ ഒഫീഷ്യൽസ് ആണെങ്കിലും അവർ ക്ലീൻ ആയിരിക്കും. അവർ കൈക്കൂലി മേടിക്കത്തില്ല. അവർ ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റും പരിപാടിയിൽ നിന്ന് ഇടപെടത്തില്ല. അവർക്കറിയാതെ തെറ്റാണ്. തെറ്റെന്ന് പറഞ്ഞാൽ അവരവരുടെ യൂണിഫോമിനോടും അവർക്കൊരു മതിപ്പുണ്ട്. കാരണം അത് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. പക്ഷെ കേരളത്തിലുള്ള പോലീസുകാരുടെയൊക്കെ ഗോഡ് ഫാദേഴ്സ് ഉണ്ട് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലും. അതുകൊണ്ടാണ് ഈ രതീഷ് എന്ന് പറഞ്ഞ് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് കേസുകൾ കിടന്നിട്ടും അയാളെ പ്രൊമോട്ട് ചെയ്തിട്ട് SHO ആക്കിയത്. അല്ലെങ്കിൽ ഇത്രയും പ്രശ്നമുണ്ടായ അയാളുടെ വീഡിയോ ഫുട്ടേജും എൻക്വയറി നടക്കുന്നയാൾ കണ്ടിട്ട് ഇയാളെ എങ്ങനെ SHO ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്? അതേപോലെ കുന്നംകുളം ആ ഇഷ്യൂ ഇത്രയും സംഭവമായിട്ട് ഇവർ സീനിയർ ഓഫീഷ്യൽസ് എല്ലാം കണ്ട് എൻക്വയറി നടക്കുന്നുണ്ട്. അവർക്ക് എങ്ങനെ സസ്പെൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റുന്നത്? ഇവരൊക്കെ എങ്ങനെ സർവീസിൽ തുടരുന്നത്? കാരണം ക്രൈമാണ് പോലീസിന്റെ പ്രധാനം. കാരണം അവർ ക്രൈം മാറ്റി നിർത്തുകയല്ല, നിർത്തലാക്കുകയല്ല, അവർ ക്രൈം ഉണ്ടാക്കിയെടുക്കുകയാണ്. ക്രൈം ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് സാമ്പത്തികം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ഫേക്ക് കേസുകൾ ഓരോന്നായിട്ട് വരുന്നത്. എത്രയോ ഫേക്ക് കേസുകളാണ് പോലീസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനെല്ലാം കണക്കുണ്ട്. ഇനി ഞാൻ ഒരു കാര്യം പറയാം, എനിക്കറിയാവുന്ന ചില പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, കാരണം വളരെ ക്രൂരമായിട്ട് പെരുമാറിയിട്ടുള്ളവർ, സർവീസിലിരിക്കുന്നവർ. അവർക്കൊക്കെ ഇന്ന് പുറത്തിറങ്ങാൻ പേടിയേ. എന്താ പേടിയെന്ന കാര്യം അറിയാം ബേസിക്കലി. കാരണം എവിടെ വെച്ചാണ് അടി കിട്ടുന്നത് പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരാളുണ്ട്, പുള്ളി കോട്ടയത്ത് റിട്ടയർമെൻറ്റ് SP ആയിട്ടൊക്കെ ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ പോയി, അകന്ന ബന്ധുവിൻ്റെ. അപ്പം അതിൻ്റെ അകത്തൊരു 3-4 പേരിൽ അവരെ ഇയാൾ കള്ളക്കേസിൽ കുടിക്കുക. അവിടെ കണ്ട് SHO ആയിട്ടുള്ള സമയം ഇയാളെങ്ങാണ്ട് ആഹാരം കഴിച്ച് കൈ എടുക്കാൻ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഇയാളെ ഒരാൾ വളരെ ലോഹ്യത്തിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇയാൾക്ക് മനസ്സിലായില്ല ആരാ. എടുത്തിട്ടങ്ങ് ചാർത്തി ഇടിച്ചയാളെ അങ്ങ് പച്ചപ്പരുവത്തിലാക്കി. അയാളെന്നും ഈ പറയുന്ന വീട്ടിൽ നിന്ന് അതിനുശേഷം എണ്ണിക്കാൻ പറ്റിയിട്ടില്ല. ശരിക്കും കൊടുത്ത് ഇയാൾ ആർക്കെതിരെ കേസ് കൊടുത്തു? സർവീസിൽ നാണക്കേടുണ്ട്, ബന്ധുക്കൾക്ക് നാണക്കേടില്ല. അങ്ങനെ എത്രയോ പേര് എനിക്കറിയാം. ശരിക്കും ഇടിയാൻ കിട്ടും. ആളുകളിതൊന്നും ഈ കള്ളക്കേസിൽ കുടുക്കിക്കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം, പ്രിയപ്പെട്ട പോലീസുകാരാ, അവൻ നിന്നെ വെറുതെ വിടുത്തുമില്ല. ചിലതൊക്കെ വിട്ടുകളയാൻ, ചിലർ വിട്ടുകളയത്തില്ല. എവിടെങ്കിലും കിട്ടിയാൽ നിനക്ക് ഇടി തരും, ശരിക്കും ഇടി തരും. കാരണം ആ കൊടുത്തതിൻ്റെ പലിശ സഹിത വിളിച്ചിട്ട് തരും. എനിക്കറിയാം, ഡൽഹിയിൽ കേരളത്തിൽ ജോലി ഉണ്ടായിരുന്നൊരു പോലീസുകാരൻ സർവീസിലിരിക്കുമ്പോൾ വന്ന് മോടെ മകൾ ഇവിടെ പഠിക്കാൻ ചേർന്ന സമയത്ത് ഇവിടെ ഗ്രീൻ പാർക്കിലിട്ട് എവിടെ മലയാളി 1-2 പേരെങ്ങാണ്ട് ടൂറുമായിട്ട് ബന്ധപ്പെട്ട് അയാളെ അടിച്ച് ശരിയാക്കി. കാരണം ആ സമയത്ത് ഞാൻ ആ ഗ്രീൻ പാർക്ക് മാർക്കറ്റിലുണ്ടായിരുന്നു. ഇത് ഞാൻ പിന്നെ മലയാളിയാണെന്ന് അറിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അയാൾ പറഞ്ഞ് ഞാനിങ്ങനെ പോലീസ് അപ്പം ഞാൻ ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കേസെടുത്ത ഇതുപോലെ ഇട്ട് കിട്ടൂ? ഇതേപോലെ സംഭവങ്ങളൊക്കെ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഞാനീ പറയുന്നത്, നമ്മളിപ്പോൾ സർവീസ് ഇരിക്കുന്ന സമയത്താണെങ്കിലും സർവീസ് റിട്ടയർ ചെയ്ത സമയത്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളോടൊരു മതിപ്പ് വേണം. ഞാൻ സർവീസിലിരുന്ന സമയത്ത് ഞാൻ നല്ലപോലാണ് സർവീസ്, ഞാൻ പണം ഉണ്ടാക്കാൻ കൂലി മേടിച്ചിട്ടില്ല, ഞാൻ ആൾക്കാരെ വേണ്ടാത്ത ഒരു കാര്യത്തിന് ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ ഒരാൾക്കെതിരെയും കള്ളക്കേസ് എടുത്തിട്ടില്ല, ഞാൻ ജനങ്ങളോട് കമ്മിറ്റഡ് ആയിരുന്നു. അത് പറയാൻ എത്ര ഓഫീസേഴ്സിന് കഴിയും? അവരാണ് ബേസിക്കലി ഒരു ശരിക്കുള്ള ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയുന്നത്. ഒരു ഭയങ്കരമായിട്ട് കൈക്കൂലി മേടിക്കുന്ന ഒരു പോലീസുകാരൻ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ഭയങ്കര കൈയടിക്കാൻ പരമനാറി, അവനല്ലേ ഏറ്റവും വലിയ ആന്റി ഇന്ത്യൻ. ഇന്ത്യയിൽ കൈക്കൂലി മേടിക്കുകയും സ്വജനപക്ഷപാതം കാണിക്കുന്ന ഓഫീസേഴ്സ്, പോലീസ് എന്നല്ല, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്,
ആരാണ് അവനാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ രാജ്യദ്രോഹി, അല്ല പാകിസ്ഥാനൊന്നും അല്ല. അവന് കിട്ടിയിരിക്കുന്നൊരു ചാൻസ് ഉണ്ട്, ഇന്ത്യ സെർവ് ചെയ്യുക. അത് സെർവ് ചെയ്യുക, അത് മുഴുവനും കൈക്കൂലിയിലും സ്വജനപക്ഷ എല്ലാ വൃത്തികേടും കാണിക്കും, ഇഷ്ടംപോലെ പണവും ഉണ്ടാക്കും. ഞാൻ വേറെ കാര്യം പറയാം, ഈ കൈക്കൂലിയിലൊക്കെ പണം ഉണ്ടാക്കിയ പല പോലീസ് ഓഫീസേഴ്സിൻ്റെയും ഈ ഇടുക്കിയ ഉപദ്രവത്തിന് ഇവരുടെ ഫാമിലി ലൈഫ് നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്തെങ്കിലും ഇട്ട് കിട്ടുന്നുണ്ട്, ഹെൽത്ത് ഇഷ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് അവർക്ക്. കാരണം ഇവർക്ക് പിന്നെ പല ആശുപത്രി പോലും പോകാൻ പേടിയാ, അയാളുടെ ഭാര്യയ്ക്ക് ക്യാൻസർ ആവുന്നു, അവരെ അവിടെ വെച്ച് അടി കിട്ടിയാലോ. അതാണ് ബേസിക്കലി മനുഷ്യൻ മനസ്സിലാക്കേണ്ട സ്വഭാവം എന്ന് പറയുന്നത്. നമുക്ക് സർവീസ് ചെയ്യാൻ കിട്ടുന്ന സമയത്ത് സർവീസ് ടു ദ നേഷൻ ഫസ്റ്റ്, അല്ലാതെ അതിനകത്ത് പൊളിറ്റിക്സും മറ്റുള്ള രീതിയിലും കളിച്ച് വൃത്തികേടും കളിച്ച് ജനങ്ങളെയും ദ്രോഹിച്ച്, ഈ ജനങ്ങൾ നിങ്ങൾ ഈ സർവീസിലുള്ള സമയത്തുള്ള വെയിറ്റേജേ ഉള്ളൂ. സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഒരു പട്ടിയും നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പം വലിയ പട്ടാളക്കാർ വലിയ ജനറലായിട്ടൊക്കെ റിട്ടയർ ചെയ്യുമ്പോൾ അവസാനം അവർക്കൊരു നായക്കുട്ടിയും കാണും. പിന്നെ അയാളുടെ ഭാര്യയോ മക്കളോ പോലും ഇയാൾ പറഞ്ഞാൽ കേൾക്കത്തില്ല, ആ പട്ടി മാത്രം, നായ മാത്രമേ ഇയാൾ പറഞ്ഞാൽ കേൾക്കത്തുള്ളൂ. ഈ അധികം പോലീസ് ഓഫീസേഴ്സ് റിട്ടയർ ആയി കഴിയുമ്പോൾ അവരുടെ മക്കൾ പോലും ഭാര്യ പോലും ഈ പറയുന്ന മനുഷ്യൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. കാരണം ഇവർക്കൊക്കെ അറിയാം ഇയാൾ വലിയ ദുഷ്ടനായിരുന്നെന്ന്, വെറും വൃത്തികെട്ടവനായിരുന്നറിയാം. ഈ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ അറിയാം, പപ്പ മമ്മി അതെന്നൊക്കെ പറയുന്നല്ലാതെ ഇവർക്കും അറിയാം നീയൊക്കെ ദുഷ്ടനായിരുന്നു. കാരണം എത്ര ദുഷ്ടതയാണ് നിങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് നിങ്ങൾക്കൊരു മനുഷ്യനെ ഇങ്ങനെ ഇടിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം, പല നിയമ നടപടികൾ സ്വീകരിക്കാം. എന്തെങ്കിലും ഈ കൂടെ പുറത്ത് വന്ന് കൈകൊണ്ട് ഇടിക്കുന്നു, അവിടെ ഇടിക്കുന്നു, ചെവുക്കല്ലടിക്കുന്നു. നിന്നെ ഇതേപോലെ അടിച്ചിരുന്നു നിനക്കെങ്ങനെ പറ്റിയേനെ? നിന്റെ ഭാര്യയ്ക്ക് നിന്റെ മക്കളെ ഇതേപോലെ അടിച്ചിരുന്നു നിനക്കെന്താ എങ്ങനെ ഫീൽ ചെയ്തേനെ? ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ ഏറ്റവും ആവശ്യമെന്ന് പറയുന്നത് പോലീസിനെ കംപ്ലീറ്റ് ശുദ്ധീകരണമാണ് ആവശ്യം. അതേപോലെ ജനമൈത്രി ബോർഡ് എടുത്ത് മാറ്റുക. ഏറ്റവും ക്രൂവലാണ് കേരളത്തിലെ പോലീസ്. ആ വീഡിയോ ഫുട്ടേജ് ഇപ്പോൾ എല്ലാ സ്റ്റേഷനിലും ഇതൊക്കെ തന്നെ നടക്കുന്നേ. എന്നിട്ട് വലിയ ഗേറള പോലീസ്, നോൺസെൻസ്. അതും മിടുക്കന്മാരായ പോലീസുകാരാണ് അവർ ട്രാൻസ്ഫോം ചെയ്ത് ക്രിമിനലായിട്ട് വരുന്നത്. കഴിവുള്ളവർ, മിടുക്കന്മാർ. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ചാൻസ് നിങ്ങൾക്ക് ഒരു പ്രാവശ്യമേ കിട്ടത്തുള്ളൂ. അതിനകത്ത് നിങ്ങൾ ഇത്ര ക്രൂരമായിട്ട് പബ്ലിക്കിനോടും കേരളത്തിലെ ജനതയോടും പെരുമാറി കഴിഞ്ഞാൽ നിങ്ങളെയാണ് ദ്രോഹിക്കുന്നത്. അതിന് തിരിച്ചടി കിട്ടും. അതിപ്പോൾ CCTV രൂപത്തിൽ വരുന്നു, മറ്റുള്ള പല രൂപത്തിൽ വരും. ഞാനൊരു കാര്യം പറയാം, എനിക്കുണ്ടായ ഒരു അനുഭവം. അതായത് 2012-13 സമയത്ത് ഈ ഡെറാഡൂണിൽ രാഹുൽ സിംഗ് എന്നും പറഞ്ഞ് ഈ ഡൽഹിയിൽ ഗാസിയാബാദിൽ പഠിച്ചൊരു പയ്യൻ, അവൻ ബൈക്കിൽ ഡെറാഡൂണിൽ അവൻ്റെ വീട്ടിലോട്ട് പോകും. അത് കഴിഞ്ഞ് ഏതോ ഒരു ഇഷ്യൂ ആയിട്ട് ബൈക്ക് തടയുകയോ പറിക്കുകയോ കണ്ട് ചെയ്തു. അവിടെ 4-5 പോലീസുകാരുണ്ടായിരുന്നു. അപ്പം അവന് ഇവൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് പോയി. 2 ദിവസം കഴിയുമ്പോൾ ഇവൻ്റെ ഡെഡ് ബോഡി ഡെറാഡൂൺ വനത്തിൽ വെച്ച് കിട്ടി. അപ്പം ആദ്യം പോലീസ് പറഞ്ഞു ഇവനിങ്ങനെ കൊള്ള സംഘത്തിലെയും ഗൂണായിരുന്നു, മാടയായിരുന്നു, കോടയായിരുന്നു, അങ്ങനെ കിട്ടി. പിന്നീട് ഫർദർ എൻക്വയറി ചെയ്തപ്പം ഇഷ്യൂ മാറി. പിന്നെ CBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. ഇഷ്യൂ വലിയ ഇഷ്യൂ ആയി ഡെറാഡൂണിന്. എന്നിട്ട് ഈ പയ്യൻ്റെ സംഭവം ഏകദേശം 17ഓളം പോലീസുകാർ, ഓഫീസേഴ്സ് ഉൾപ്പെടെ, ഇവരെ മുഴുവനും അറസ്റ്റ് ചെയ്തു. ആ കേസ് നടന്നത് ഡൽഹിയിലാണ്, തീസസാരി കോർട്ടിലാണ്. ആ സമയത്ത് എൻ്റെ കേസ് അവിടെ നടക്കുന്നുണ്ട്, തെഹൽക്ക കേസ് ആ കോർട്ടിൽ നടക്കുന്നുണ്ട്. ചില സമയത്ത് എൻ്റെ ഡേറ്റിലായിരിക്കും ഇവരുടെ ഡേറ്റ് വരുന്നത്. അപ്പോൾ തിഹാറിൽ നിന്ന് ഇവരെ കൊണ്ടുവരുന്നത്. അപ്പം ഈ 17 ഓഫീസേഴ്സ് അവിടെ ഇരിക്കുമ്പോഴാണ് ഈ എൻ്റെ കേസ് വരുന്നു, അവരുടെ കേസ് വരുന്നു. അതായത് പിന്നീട് ഈ ട്രയൽ നടക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ട് എനിക്ക്. അയാളുടെ ഭാര്യ പുറത്തിരിപ്പുണ്ട്, താങ്കളുടെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കണം, മക്കൾക്ക് മരുന്ന് മേടിക്കാൻ, വീട്ടിൽ തിരിച്ചു പോകണം, വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല. ഉണ്ടായ സംഭവം.
ഒരു ഓഫീസറിൻ്റെ ഒരു അവിടുത്തെ ഒരു SHO എന്നോട് പറഞ്ഞതായി സംഭവം. എന്നിട്ട് ഇവർക്ക് ജീവപര്യന്തം തടവ് കിട്ടി. ഞാൻ ആ പൈസ 1000 അല്ല, ഞാൻ 2000 രൂപ കൊടുത്തു. അത് കഴിഞ്ഞ് മറ്റൊരു ദിവസം എന്ന് പറഞ്ഞ് നീയൊക്കെ അനുഭവിച്ചിരിക്കണം. ഞാൻ പറഞ്ഞു, നിന്റെ ഭർത്താവിനോട് പറയണം, അനുഭവിച്ചേ മതി, ഉപ്പ് തിന്നുന്നതും വെള്ളം കുടിക്കും. അയാളവസാനം ജീവപര്യന്തം എനിക്ക് പരോള് കിട്ടിയ സമയത്ത് തന്നെ കാരണം ഞാൻ അഡ്രസ്സ് എഴുതി കൊടുത്തു, ഇയാളുടെ ഭാര്യയ്ക്ക് കൊടുത്തു. അയാൾ എന്നെ കാണാൻ വന്നു. അയാൾ പറഞ്ഞു, വല്ലാത്ത ക്രൈസിസ് ആണ് ലൈഫ്. അതായത് മനസ്സിലാക്കേണ്ട പോലീസുകാരാ, നീയൊക്കെ സർവീസിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു പട്ടിയും നിന്നെ തൂക്കത്തില്ല. ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഫാദറും നിന്റെ കൂടെ വരത്തില്ല, ആരും നിന്റെ കൂടെ വരത്തില്ല, നിന്റെ കുടുംബം പോലും നിന്റെ കൂടെ നിൽക്കുന്നില്ല. കാരണം നിന്റെ പണമില്ല, സർവീസും ഇല്ല, പണമില്ല. ഇതാണ് സ്ഥിതി. അതായത് നിങ്ങൾ പലപ്പോഴും മനസ്സിലാക്കേണ്ട, നിയമം മാത്രമല്ല, ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ജസ്റ്റിസ് നാച്ചുറൽ ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും. അതായത് നിന്റെ ലൈഫിനെ തൊലച്ച് കളയും, നിന്റെ കുടുംബത്തെ നശിപ്പിച്ച് കളയും. അതായത് സർവീസ് കിട്ടാൻ സമയത്ത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ സർവീസ് ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് പോകേണ്ടത്. ഈ പൊളിറ്റിക്കൽ ബോസ് എന്നൊക്കെ പറയുന്നത് താൽക്കാലികം മാത്രമാണ്. ഒരു വീഴ്ച വന്ന് ഇങ്ങന്മാരാരും കാണത്തില്ല, എല്ലാവരും തള്ളി പറയും. എത്രയോ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് കിട്ടുന്ന ലൈഫ് നശിപ്പിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക.